എറണാകുളം കോതമംഗലം താലൂക്കിലെ വന്യമൃഗശല്യം പരിഹരിക്കാത്തതിൽ പ്രദേശവാസികളുടെ വേറിട്ടൊരു പ്രതിഷേധം. കാട്ടാനശല്യം രൂക്ഷമായ പുന്നേക്കാട് തട്ടേക്കാട് റോഡിൽ സാരി വേലി കെട്ടിയായിരുന്നു നാട്ടുകാരുടെ പ്രതിഷേധം. പകലെന്നോ രാത്രിയെന്നോ വ്യത്യാസമില്ലാതെ കാടിറങ്ങുന്ന കാട്ടാനക്കൂട്ടം. ആദിവാസി വിഭാഗം ഉൾപ്പെടെ ആയിരങ്ങൾ അധിവസിക്കുന്ന കുട്ടമ്പഴ പഞ്ചായത്തിലേക്കുള്ള വഴിയിലാണ് ഈ കാഴ്ച. പുന്നേക്കാട് തട്ടേക്കാട് റോഡിൽ കാട്ടാനയെ പേടിക്കാതെ യാത്ര ചെയ്യാനാകില്ല. വിദേശ വിനോദസഞ്ചാരികളടക്കം വന്നു പോകുന്ന തട്ടേക്കാട് പക്ഷിസങ്കേതവും സമീപത്താണ്. ജനപ്രതിനിധികളുടെയും വനം വകുപ്പിന്റെയും ഒരു ഉത്തരവാദിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാട്ടാനയുണ്ട് സൂക്ഷിക്കാമെന്ന് ബോർഡ് വെച്ചിട്ട് മാറിയിരിക്കുകയാണ്. എന്നിട്ട് 4-5 വർഷമായിട്ട് നമ്മൾ കേൾക്കുന്നു 15 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്, 10 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്, ഇവിടെ LT ലൈൻ വലിച്ച് കറണ്ട് ഇടും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഒരു നടപടികളും ചെയ്തു കാണുന്നില്ല. വന്യമൃഗശല്യം രൂക്ഷമായിട്ടും നിരവധി മനുഷ്യജീവനുകൾ പൊലിഞ്ഞിട്ടും അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്ന അധികൃതരുടെ അലംഭാവത്തിനെതിരെയാണ് ഈ വേറിട്ട പ്രതിഷേധം. അങ്ങനെയൊക്കെ വേറെ കൃഷിയൊന്നും ചെയ്യണില്ല. റോഡിനിരുവശത്തുമുള്ള അടിക്കാടുകൾ വെട്ടിമാറ്റണമെന്നും പ്രദേശത്ത് വഴിവിളക്കുകൾ സ്ഥാപിക്കണമെന്നുമുള്ള നാട്ടുകാരുടെ ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. കാട്ടാനശല്യം രൂക്ഷമായ ഇടങ്ങളിൽ ഫെൻസിംഗ് സംവിധാനമോ ട്രെഞ്ചുകളോ നിർമ്മിച്ചിട്ടില്ലെന്ന പരാതിയുമുണ്ട്. ഞങ്ങളിവിടെ ആകെ സാരി കൊണ്ട് വേലി കെട്ടി ഞങ്ങൾ പ്രതിഷേധിക്കുകയാണ്. അടിയന്തരമായിട്ട് വഴിവിളക്കുകൾ ഇവിടെ സ്ഥാപിച്ച് ജനങ്ങൾക്ക് സുരക്ഷ ഒരുക്കുവാനും ഇവിടെ അടിക്കാട് വെട്ടിക്കൊണ്ട്, അതായത് നിബന്ധനകൾക്കനുസരിച്ച് വിസ്ത ക്ലിയറൻസ് നടത്തുവാനും ഈ വനംവകുപ്പ് തയ്യാറാകണം എന്നാണ് ഞങ്ങളുടെ ആവശ്യം. കീരമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് റീന ജോഷി, കുട്ടമ്പഴ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി കുര്യാക്കോസ്, ഫാദർ ജോസ് ചിരപ്പറമ്പിൽ, ഫാദർ സിബി ഇടപ്പളവൻ തുടങ്ങി നിരവധി പേർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. പ്രശ്നപരിഹാരമുണ്ടാക്കിയില്ലെങ്കിൽ പ്രതിഷേധം കടുപ്പിക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം. മീഡിയ 1 കൊച്ചി.